ഇവിടെ തുടങ്ങിക്കണടാ അല്ല കാര്യത്തിലാ അതിന് മാത്രം. ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷമായിട്ടുള്ള ഒരു ദിവസമാണെന്ന്. എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയുടെ വീഡിയോയ്ക്ക് 10K വ്യൂസ് ആയിട്ടുണ്ട്. അത് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് എനിക്ക്. അതേപോലെ തന്നെ എനിക്ക് എൻ്റെ യൂട്യൂബ് ഫാമിലിയിലേക്ക് ഒരുപാട് ഫ്രണ്ട്സ് ആഡ് ആയിട്ടുണ്ട്, സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനെ പറ്റിയിട്ടും പിന്നെ അതിൽ നിന്ന് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് പേര് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ സൗണ്ടിൻ്റെ പ്രോബ്ലം ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒന്നും കൂടെ ഡെഡിക്കേറ്റ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം കറക്റ്റാണെന്ന് അറിയില്ല. മാക്സിമം ഞാൻ ട്രൈ ചെയ്യുക, എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിൽ എനിക്ക് ഒരുപാട് പേര് ക്വസ്റ്റ്യനായിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻറ്റായിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കമൻറ്റായിട്ട് ഇടുമ്പോൾ ഇങ്ങനെ താഴെ പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം ID താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അതിൽ പറയുന്നതായിരിക്കും. പിന്നെ അപ്പോൾ അതിലുള്ള കമൻറ്റ്സ് ഓരോന്നായിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് റിപ്ലൈ ആയിട്ട് ഞാൻ ഇതിൽ പറയാം. അപ്പം ഞാൻ ഇത് കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. കാരണം സംസാരത്തിൻ്റെ ഇടയിൽ പറയാനൊക്കെ മറന്നു പോവുകയാണ്, എന്തൊക്കെയാണ് പറയേണ്ടത്. പിന്നെ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഓർമ്മ വന്നത് അയ്യോ ഇത് പറയാൻ മറന്നു. അപ്പോൾ പിന്നെ ഒരുപാട് പേര് കമൻറ്റായിട്ട് ഇട്ട് വെക്കുമ്പോൾ എനിക്ക് തോന്നി ഇന്ന് ആ കമൻറ്റിന് റിപ്ലൈ ആയിട്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം കാര്യങ്ങളൊക്കെ എന്ന് തോന്നി. അപ്പോൾ കമൻറ്റൊക്കെ ഞാൻ പിന്നെ ഇതേപോലെ മറന്നു പോകണ്ടെന്ന് കയറിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഞാനൊരു ബുക്കിലൊക്കെ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഓരോന്നോരായിട്ട് വായിച്ചിട്ട് എന്തിനൊക്കെ റിപ്ലൈ ആയിട്ട് തരുന്നു. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ ഓരോന്നായിട്ട് വായിക്കാം. ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള കമൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടമ്മി ഷേപ്പ് വെയറിനെ കുറിച്ചിട്ടാണ്. അത് ആരിഫ പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയാണ് ചോദിച്ചിട്ടുള്ളത് ടമ്മി ഷേപ്പ് വെയറിനെ കുറിച്ചിട്ട്. അതിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടമ്മി ടക്കർ എന്നാണ്. പല വെബ്സൈറ്റിലും പല പേരാണ് കേട്ടോ അതിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ മേടിക്കുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് മേടിച്ചത് ക്ലബ് ഫാക്ടറിയിൽ നിന്നായിരുന്നു. ക്ലബ് ഫാക്ടറിയിൽ നിന്ന് 1.5 വർഷം മുന്നെയാണ് മേടിച്ചത്. എൻ്റെ ഒരു കസിനാണ് എനിക്കത് റെക്കമെൻഡ് ചെയ്തത്. അവൾ ഉപയോഗിച്ചിട്ട് നല്ലൊരു ഐറ്റാണെന്ന് പറഞ്ഞത്. അവളും തടി കുറക്കണം എന്ന് വിചാരിച്ചപ്പോൾ മേടിച്ചതല്ല, ഞാനും തടി കുറക്കണം എന്ന് വിചാരിച്ച് മേടിച്ചതല്ല. ഡ്രസ്സ് ഇടുമ്പോൾ കുറച്ചും കൂടെ കംഫർട്ട് ആവണം, നന്നായിട്ട് ഇരിക്കണം എന്ന് കരുതിയിട്ട് മേടിച്ചതായിരുന്നു. അത് ഇങ്ങനെ ഒരു ഗുണം അതിനുണ്ടാവുമെന്ന് അന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. ഒരു 1.5 വർഷത്തോളമായി അത് ഉപയോഗിക്കുന്നു. ഇതുവരെ അതിനൊരു കംപ്ലൈൻറ്റ് ഇല്ല. ക്ലബ് ഫാക്ടറിയിൽ നിന്നാണ് അന്ന് മേടിച്ചത്. ഇപ്പോൾ അത് അവൈലബിൾ ആയിട്ടുള്ളത് ആമസോണിലാണ്. അപ്പോൾ ആ കുട്ടി ചോദിച്ചത് അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. നല്ല ഐറ്റമാണ് അത്. ഞാൻ അതിൻ്റെ ലിങ്ക് അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിന് ജസ്റ്റ് റേറ്റ് ഒന്ന് കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ കയറി അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും. ക്ലോത്തൊക്കെ നല്ല ക്ലോത്താണ്, അതിന് യാതൊരു കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും എനിക്ക് വന്നിട്ടില്ല. പിന്നെ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഗർഭപാത്രത്തിന് ചെറിയൊരു അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇതുവരെ ആ ഒരു കംപ്ലൈൻറ്റൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇനി അവർക്ക് അത് ഉണ്ടായിക്കണേ എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അവരോട് തന്നെ ചോദിക്കേണ്ടി വരും നമുക്ക്. പിന്നെ അടുത്ത കമൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസ്നത്ത് ഞാൻ ഗ്രീൻ ടീനെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. ഗ്രീൻ ടീ ഫീഡിങ് ടൈമിലൊക്കെ കുടിക്കാൻ പാടുമോ? നമ്മൾ കുട്ടികൾക്ക് പാല് കൊടുക്കുന്ന ഒരു സമയത്തൊക്കെ ഗ്രീൻ ടീ ഉപയോഗിക്കാൻ പാടും. അപ്പോൾ ഗ്രീൻ ടീനെ കുറിച്ചിട്ട് പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം അത് കൂട്ടും. നമ്മുടെ ശരീരത്തിലെ ബോഡി ഫാറ്റ് അത് നന്നായിട്ട് അത് കുറക്കും. അപ്പോൾ അത് ഏത് ടൈമിലും നമുക്കത് ഉപയോഗിക്കാം. അതിന് ഇന്ന ടൈമൊന്നുമില്ല കേട്ടോ. അത് ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം. ഞാനും അത് കുറച്ചൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിപ്പോൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഇനിയും കലക്കിയിട്ടുള്ള വെള്ളങ്ങളൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്ത് കുടിക്കാൻ വിചാരിച്ചിട്ട്. അപ്പോൾ അതേപോലെ ഈ ആരിഫ പറഞ്ഞ കുട്ടി തന്നെ ഒന്നുകൂടി ബേക്കറി ഐറ്റംസൊക്കെ കഴിക്കലുണ്ടോ, കഴിച്ചിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടോ, ബേക്കറി ഐറ്റംസൊക്കെ പൂർണ്ണമായിട്ടും നീ കട്ട് ചെയ്തിരുന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ വെയിറ്റ് ലോസിൻ്റെ സമയത്തൊക്കെ ബേക്കറി ഐറ്റംസ് നന്നായിട്ട് ഉപേക്ഷിച്ചിരുന്നു. മിക്സർ, മുറുക്ക് എന്നൊക്കെ പോലെ എല്ലാ ബേക്കറി ഐറ്റംസും. പക്ഷേ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേക്ക്, ചോക്ലേറ്റ്. ഇത് ഭയങ്കര എനിക്ക് ഫേവറേറ്റ് ആണ്. വേറെയുള്ളതൊന്നും എനിക്ക് അത്രയ്ക്ക് നിർബന്ധമല്ല. പക്ഷേ കേക്ക്, ചോക്ലേറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് കഴിക്കും ഞാൻ. അപ്പം അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കില്ല, കിട്ടിയ ഇടയ്ക്കൊക്കെ ഒന്ന് കഴിക്കും. പക്ഷെ കഴിക്കുന്നതിൻ്റെ അളവിൽ നന്നായിട്ട് മാറ്റം വരുത്തിയിരുന്നു. അപ്പോൾ ഒരു പീസ് ഫുള്ള് കേക്ക് കഴിക്കുന്നത് ഹാഫ് പീസാക്കിയിട്ട് കുറച്ചു, ഒരു ഫുൾ ചോക്ലേറ്റ് കഴിക്കുന്നത് ഒരു പീസ് ചോക്ലേറ്റ് അങ്ങനെയൊക്കെ ആയിട്ട് കുറക്കുക. അതാണ് ഇതിൽ നമുക്കൊരു മെയിൻ ഒരു കാര്യമുള്ളത്. പിന്നെ അത് ആരിഫ പറഞ്ഞ കുട്ടിയാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഫുഡിനെ പറ്റിയിട്ട് കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഷെമീന നൗഫൽ, പിന്നെ റിസ്മി റിനു,
ഈ 2 കുട്ടികളാണ് ചോദിച്ചിട്ടുള്ളത്. ഫുഡിനെ പറ്റി കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല. എന്ന് വെച്ചാൽ എൻ്റെ ഫുഡ് റുട്ടീനെ പറ്റിയിട്ട്, ഒരു ദിവസത്തെ ഫുഡ് റുട്ടീനെ പറ്റിയിട്ട് ഒന്നും കൂടുതലായിട്ട് പറഞ്ഞത് ശരി തന്നെയാണ്, സത്യമാണ്. ഞാൻ അതിൽ കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ നമുക്ക് എല്ലാം കഴിക്കാമെന്നാണ് ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ഫുഡും നമുക്ക് കഴിക്കാം എന്നാ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതിപ്പോൾ രാവിലെ ഇപ്പോൾ ഓരോരുത്തരുടെ വീട്ടിൽ ഓരോരോ ഫുഡായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എത്രത്തോളം നമുക്ക് പിടിച്ച് എത്രത്തോളം നന്നാക്കി കഴിക്കാൻ പറ്റുന്ന അത് രാവിലത്തെ ഫുഡ് നമ്മൾ നന്നായി കഴിക്കണം. രാവിലെ രാജാവിനെ പോലെ കഴിക്കണം എന്നൊക്കെ പറയുന്ന പോലെ നന്നായി കഴിക്കണം. ഇപ്പോൾ ഒരു ഡെയിലി സാധാരണ നല്ല തടിച്ചിട്ടുള്ള ഒരാൾ ഡെയിലി ഇപ്പോൾ ഒരു 4 ചപ്പാത്തി കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു 4 ഇഡ്ഡലി കഴിക്കുന്നുണ്ട്. അതിൽ നിന്ന് അയാൾ അത് കഴിച്ചിട്ടാണ് തടിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് ഒന്നായിട്ട് കുറക്കുക. എന്തും ഒന്നായിട്ട് കുറച്ച് ഒരു 3 ആക്കി നിർത്തുക. 3 തന്നെ കണ്ടിന്യൂ ചെയ്തൊരു 2 മാസം പോവുക. 3 ഇപ്പോൾ ഒരു 3 ദോശ, 3 ഇഡ്ഡലി, 3 ചപ്പാത്തി എന്ന രീതിയിൽ കറക്റ്റാക്കി കണ്ടിന്യൂ ചെയ്ത് പോവാം. അത് രാവിലത്തെ ഭക്ഷണം മാക്സിമം കുറക്കരുത്, നന്നാക്കി കഴിച്ച് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണം. അതാണ് അതിൻ്റെ ഒരു രീതി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടയ്ക്കൊന്നും കഴിക്കുന്നതിനോട് താല്പര്യമില്ല. പിന്നെ വിശക്കുമല്ലോ, പറയാൻ പറ്റില്ല. രാവിലെ ഇപ്പോൾ ഒരു 8 മണി 8:30 കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും വിശക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു 11 മണിക്കൊക്കെ ജ്യൂസാക്കി കുടിക്കാം, എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കാം, സലാഡ് കഴിക്കാം, ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കഴിക്കാം. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന്. പക്ഷെ അതൊന്നും നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഓയിലി ആയിട്ടുള്ള ഐറ്റംസ് കഴിക്കുന്നത് ഇന്നൊന്ന് വിട്ട് നിന്നാൽ മതി. അതാണ് മെയിൻ കാര്യങ്ങളുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചിട്ട് എങ്ങനെ നമ്മുടെ ഹെൽത്ത് ഡയറ്റും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാമെന്നാണ് ഞാൻ എൻ്റെ ഡയറ്റിൽ കൂടെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എല്ലാം കഴിക്കാം, അത്രേ ഉള്ളൂ. പിന്നെ ഉള്ളത് ഉച്ചക്കത്തെ ഭക്ഷണം നമ്മളിപ്പോൾ 1 മണിക്ക് 1:30 സമയത്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് കറക്റ്റ് ഒരു ടൈം ഫിക്സിങ് വേണം. രാവിലെ 8:30-9 മണിയുടെ ഇടയിൽ കഴിക്കുക. കാരണം ഒരു ടൈം വേണം, ഈ സമയത്തിനുള്ളിൽ ഞാൻ ഭക്ഷണം കഴിക്കണം എന്നുള്ളതൊരു ആ ഒരു ടൈം ഫിക്സിങ് വേണം. ഉച്ചക്കാണെങ്കിൽ ഈ സമയത്തിനുള്ളിൽ നമുക്ക് തോന്നിയ സമയത്തും അങ്ങനെ ഇങ്ങനെയൊന്നും കഴിക്കാൻ നിൽക്കരുത്. അങ്ങനെ അതാണ് മെയിൻ കാരണം. നമ്മൾ ഒരു ടൈം ഫിക്സ് ചെയ്ത് വെച്ചിട്ട് കറക്റ്റ് ആ ടൈമിന് കഴിക്കണം. അത് ഒരു മെയിൻ കാരണമാണ്. അപ്പോൾ ഉച്ചക്കത്തെ കാര്യം 1 മണിക്ക് കഴിക്കുകയാണെങ്കിൽ ചോറ് കഴിക്കാം. ചോറ് ഇപ്പോൾ താല്പര്യമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ രാവിലെ ഉണ്ടാക്കിയ ഭക്ഷണം തന്നെ എന്താണെങ്കിലും അത് തന്നെ ഈ ഒരു അളവിൽ കഴിക്കാം. കുറച്ച് കഴിച്ചാൽ മതി, അത് എത്ര തോന്നുന്നില്ല. ചോറ് കഴിക്കുന്നവരാണെങ്കിലും ഒരു പാകത്തിന്, ഒരു ബോൾ അളവിൽ എത്ര ചോറ് കൊള്ളൂ അത്ര ചോറ് കഴിക്കാം. നിങ്ങൾക്ക് കുറച്ചിച്ച പാകത്തിന് കഴിക്കാം. വാരി വലിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും തടിക്കും, അതൊക്കെ സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പിന്നെ കഴിക്കുമ്പോൾ നമ്മൾ ഒരു ബൗൾ ചോറിനാകുമ്പോൾ ഒരു 2 ടീസ്പൂൺ ഉപ്പേരി, അങ്ങനെ ഉപ്പേരിയുടെ അളവ് കൂട്ടുക. കറിയിൽ നമ്മളിപ്പോൾ ഒരു സാമ്പാർ പോലത്തെ കഴിക്കുകയാണെങ്കിൽ കഷ്ണങ്ങളുടെ അളവ് കൂട്ടുക. അങ്ങനെയൊക്കെ ചെയ്യുക. അല്ലാതെ ചോറൊന്നും വല്ലാതെ വാരി വലിച്ച് കഴിക്കാതെ ഇതിൻ്റെ അളവൊക്കെ കുറച്ച് കൂട്ടിയിട്ട് കഴിക്കുക. ഞാൻ ഈ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മൾ ഫസ്റ്റ് തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് കുറച്ച് മുന്നേ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. ആ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച ശേഷം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അപ്പോൾ അത് എത്ര നമുക്ക് കഴിക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് എത്ര ഭക്ഷണം പോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക. അത് ഇപ്പോൾ ഒരു 90% ചിലപ്പോൾ നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ ബാക്കി ഒരു 10% നമ്മളവിടെ വെറുതെ വിടുക, കാലിയാക്കി വിടുക. അതാണ് നമുക്ക് അപ്പോഴും പിന്നെ ആ ഒരു 10% നമുക്ക് കഴിക്കണം എന്ന് നമുക്കൊരു ടെൻഡൻസി ഉണ്ടെങ്കിൽ പോലും നമ്മളതവിടെ വെറുതെ വിടണം. ഇല്ലയെന്നുണ്ടെങ്കിൽ അതാണ് നമ്മളെ തടിപ്പിക്കുന്നത്. ആ ഒരു 10% ചിലപ്പോൾ ആ ഒരു 90% ചിലപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളൊരു ഘടകമായിരിക്കും. 10% ആയിരിക്കും നമുക്ക് പെട്ടെന്ന് ഫാറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് അവിടെ സ്റ്റോപ്പ് ചെയ്യാം, അത്രേ ഉള്ളൂ. നമുക്ക് എത്ര പോകുന്നോ അത്ര കഴിച്ചാൽ മതിയല്ലോ, അങ്ങനെ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്ന അളവ് എത്രയാണോ അതിനനുസരിച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുകയുള്ളൂ. അതൊരു മെയിൻ റീസണാണ്. പിന്നെ ഈ ഒരു ഭക്ഷണം കഴിക്കുന്നൊക്കെ സമയത്ത് നമ്മൾ ആ ഒരു ടമ്മി വെയർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിൽ കഴിക്കുന്നതിൻ്റെ അളവിനും ഒരു കുറവുണ്ടാവും. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ ചായ കുടിക്കുന്നത്. അത് ചിലരൊക്കെ പറഞ്ഞു അതില്ലാതെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അഫ്നാൻ അനൂസ് പറഞ്ഞിട്ടുള്ളൊരു കുട്ടിയാണ് ചായയുടെ ഷുഗർ പഞ്ചസാര ഇടാതുണ്ടോ ചായ കുടിക്കണത് അങ്ങനെയൊക്കെ പറയും. അപ്പോൾ നമ്മൾ ഷുഗറുള്ള ആൾക്കാർ എന്തായാലും പഞ്ചസാര ഇടാതെ ചായ കുടിക്കും വേണം, എന്നാൽ അവർക്ക് ഷുഗർ ശരീരത്തിൽ ചെല്ലാനും പാടില്ല. അങ്ങനത്തെ ഘടകത്തിൽ നമ്മൾ ചായ പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയല്ലേ നല്ലത്. അപ്പോൾ എനിക്കതിനോട് താല്പര്യമില്ല. ചായ കുടിക്കുന്നവർക്ക് കുടിക്കാം, ഹാപ്പി ആയിട്ട് കുടിക്കാം. അതിഷ്ടമുള്ളവർക്ക്. ഷുഗർ ഇട്ട് ചായ കുടിക്കുന്ന ആൾക്കാർക്ക് എന്തായാലും അതൊരു ഫാറ്റ് ഇൻക്രീസ് ചെയ്യുന്നൊരു ഘടകമാണ്. അതൊരു ആവശ്യമില്ലാത്ത ഇതാണ്. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ചായ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവരുടെ ഇഷ്ടങ്ങളാണ്. നമുക്കത് കഴിച്ചപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചോക്ലേറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ അതൊക്കെ അവരുടെ ഇഷ്ടങ്ങളാണ്. ആ കുടിക്കുന്ന ആൾ ഇപ്പോൾ ഒരു കപ്പ് ചായയൊക്കെ കുടിക്കുന്ന ആൾക്കാരില്ലേ, അളവ് കുറച്ചാൽ മതി. ഒരു കപ്പ് എന്നുള്ളത് 1/2 കപ്പാക്കി കുറക്കുക, അത്രേ ഉള്ളൂ വ്യത്യാസം. നമ്മൾ സ്ഥിരം കഴിക്കുന്ന ആൾക്കാർ എന്തുകൊണ്ട് തടിക്കുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഭക്ഷണത്തിൻ്റെ രീതിയാണ്. അത് കുറച്ചായിട്ട് കൊണ്ടുവന്നാൽ തന്നെ നമ്മുടെ ശരീരത്തിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള മാറ്റം കാണാൻ കഴിയും, അത്രേ ഉള്ളൂ. പിന്നെ അഫ്നാൻ അനൂസിനെ ചോദിച്ചിട്ടുണ്ട് എക്സസൈസ് ടൈമിൻ്റെ കാര്യമൊക്കെ. എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന ഒരു സമയം രാവിലെ എണീക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ് ഞാൻ. രാവിലെ നേരത്തെ എണീച്ച് എക്സസൈസൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ്.
അപ്പോൾ അങ്ങനെയുള്ളൊരു ഇങ്ങനെ 1-2 ദിവസമൊക്കെ ഞാൻ എണീറ്റു എക്സസൈസൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ ഭയങ്കര മടി, വലിയ എണീക്കാൻ വയ്യ, അത്രയും നേരം കിടന്ന് ഉറങ്ങാലോ എന്നൊക്കെ തോന്നും. പിന്നെ എനിക്ക് പിന്നെ കിട്ടുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 മണി വൈകിട്ട് 6 മണി ടു 7 മണിയുള്ള ഒരു സമയമാണ്. നമ്മൾ മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഓതി ആ ഒരു സമയം പറഞ്ഞാൽ കുറച്ച് ഫ്രീ ആയിട്ടുള്ള സമയം. അപ്പോൾ ആ സമയത്താണ് ഞാൻ ചെയ്യുന്ന എക്സസൈസ്. അത് എനിക്ക് ആദ്യമൊക്കെ ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടൊക്കെ എക്സസൈസ് ചെയ്തിരുന്നു. അപ്പോഴെനിക്ക് ഒട്ടും വയ്യാണ്ടാവുകയാണ്. ഡയറ്റിങ് ചെയ്യലും എക്സസൈസും ചെയ്യലൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ക്ഷീണം വരും. അപ്പോൾ പ്ലങ്ക് മാത്രമായിട്ട് കുറച്ച് നോക്കുമ്പോൾ എനിക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. പിന്നെ എനിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ ബോഡിയിൽ എനിക്ക് കൈയായിരുന്നു മെയിനായിട്ട് കുറയേണ്ടിയിരുന്നത്. അപ്പോൾ അതിന് മാത്രമായിട്ട് എക്സസൈസ് ചെയ്യും. പിന്നെ പ്ലങ്ക് ചെയ്തപ്പോൾ തന്നെ ഏറെക്കുറെ എനിക്കതിന് ഒന്ന് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എക്സസൈസിൻ്റെ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് നിങ്ങൾ ഫ്രീ വെച്ചാൽ അപ്പോൾ ചെയ്യുക, അത്രേ ഉള്ളൂ. അത് എപ്പോഴാണ് രാവിലെ ആണെങ്കിൽ രാവിലെ ബെറ്റർ രാവിലെ തന്നെയാണ്. നമ്മൾ വെറും വയറ്റിൽ നീച്ചിരുന്ന് ചെയ്യുന്നതാണ് ബെറ്റർ കേട്ടോ. അത് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഞാൻ കുറച്ച് മടിച്ചായതുകൊണ്ട് തന്നെ ആ രാവിലെ നീച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടാണ്, അത്രേ ഉള്ളൂ. ഞാൻ ചെയ്തത് ഈ ഒരു വൈകിട്ടുള്ള സമയത്താണ്, 6 മണി ടു 7 മണി വരെ. ആ സമയത്ത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ 8:30യുടെ ഉള്ളിൽ ഭക്ഷണം കഴിക്കുക. അതാണ് ഞാൻ ചെയ്യുന്നൊരു കാര്യം. കാരണം നമ്മൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞ് കുറച്ചൊരു റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ബാക്കി ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ കിടക്കുന്ന സമയത്തിനും ഭക്ഷണം കഴിക്കുന്നതിനും കുറച്ചും 1 മണിക്കൂറെങ്കിലും ഡിഫറൻസ് വേണം, അത്രേ ഉള്ളൂ. പിന്നെ അർഷാദ് DXP പറഞ്ഞ ഒരാൾ ഡയറ്റ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ടോ? ഡയറ്റ് ഇപ്പോഴും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ എല്ലാം കഴിച്ചുകൊണ്ട് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഭക്ഷണവും ഞാൻ കഴിക്കുന്നുണ്ട്, കഴിച്ചുകൊണ്ട് തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ എക്സസൈസ് ഡെയിലി ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. എനിക്ക് സമയം കിട്ടിയില്ലെങ്കിൽ ഞാൻ ചെയ്യില്ല, അത്രേ ഉള്ളൂ. ഫോളോ ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ്. രാവിലെ എണീറ്റാൽ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒക്കെ മുന്നേ വെറും വയറ്റിൽ ചൂടുവെള്ളം കുടിക്കുക, ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ചൂടുവെള്ളം കുടിക്കുക, അങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ ഡയറ്റ് ഫോളോ ചെയ്യുക. അത് അതേപോലെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. വല്ലാതെ സ്ട്രെയിൻ എടുക്കുന്നൊന്നുമില്ല. അത് എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അത്രേ ഉള്ളൂ. പിന്നെ ചായ ഇല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് ഫമി ബിഷ്റു പറഞ്ഞിട്ടുള്ളൊരു ഒരാൾ പറഞ്ഞിട്ടുണ്ട് ചായ ഇല്ലാതെ പറ്റില്ല എന്ന്. അത് അപ്പോൾ നിങ്ങൾ കുടിക്കുന്നതിൻ്റെ അളവിൽ കുറച്ചൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ തന്നെ നിങ്ങളെ തടി കുറക്കാനാണ്, അല്ലെങ്കിൽ ചായ കുടിക്കുന്നത് കുറക്കാനാണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവും പഞ്ചസാര ഒഴിവാക്കിയിട്ട് ശർക്കര ആക്കി മാറ്റുക. പിന്നെ ചായപ്പൊടി ഇടുന്നതിൻ്റെ അളവിലും കുറവ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചായനോട് തന്നെ കുറച്ച് ഒരകൽച്ച വരും. അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ചായ കുടിക്കുന്നതിന് കുറഞ്ഞു കിട്ടും. അതാണ് ഇതിനൊരു പ്രതിവിധിയുള്ളൂ. വേറെ നമ്മൾ വിചാരിക്കണം കുറക്കണം, ഒഴിവാക്കണം, ഇതുകൊണ്ടാണ് നമ്മൾ തടിക്കുന്നത്, ഇതുകൊണ്ടാണ് അത് ഒഴിവാക്കിയേ പറ്റുള്ളൂ എന്ന് നമ്മൾ വിചാരിച്ചും ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് മാറ്റിയെടുക്കും, അത്രേ ഉള്ളൂ. പിന്നെ റിസ്വാന നൗഷാദ് പറഞ്ഞൊരു കുട്ടി വെയിറ്റ് ലോസിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലൂടെ ഞാനത് പറയാമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ ഡെയിലി റൊട്ടീനെ കുറിച്ചിട്ടാണ് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് രാവിലെ മുതൽ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതൊന്നും ഇതിൽ ഞാൻ കാണിക്കുന്നില്ല. രാവിലെ എത്ര ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഉച്ചയ്ക്ക് എത്ര ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നൊക്കെ ചിലപ്പോൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനൊക്കെ ആ കുട്ടി പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ഞാനതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനോടുള്ള ഇത് കിട്ടിക്കോളും, ആൻസർ കിട്ടിക്കോളും. റിസ്വാന നൗഷാദ് കേട്ടോ. പിന്നെ അസീന MT പറഞ്ഞ എക്സസൈസിനെ കുറിച്ചിട്ട്, എക്സസൈസ് ചെയ്യുമ്പോൾ ടമ്മി ഷേപ്പ് വെയർ യൂസ് ചെയ്യണോ? അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ മാക്സിമം നമ്മുടെ ഡ്രസ്സ് എപ്പോഴും നമുക്ക് കംഫർട്ടായിരിക്കണം. ഓവർ ടൈറ്റിൽ ഫിറ്റ് അല്ലാത്ത ഡ്രസ്സൊന്നും ഉപയോഗിച്ച് എക്സസൈസ് ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ നമുക്ക് എക്സസൈസ് ചെയ്യുന്നതിനോട് തന്നെ മടുപ്പ് വരും. അപ്പോൾ മാക്സിമം ഒരു ട്രാക്ക് സ്യൂട്ട്, ടീഷർട്ട് അല്ലെങ്കിൽ ഏറ്റവും നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള ഒരു ഡ്രസ്സിൽ നിന്നിട്ട് വേണം എക്സസൈസ് ചെയ്യാൻ. അതാണ് ഏറ്റവും ബെറ്റർ. ഒരാൾ പിന്നെ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ 11 മാസമുള്ള ഒരു കുട്ടീൻ്റെ ഫീഡിങ് ടൈമാണ്, അപ്പോൾ ഡയറ്റിംഗ് ഒക്കെ ഫോളോ ചെയ്യാൻ പാടുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പേര്. അപ്പോൾ അത് എന്താ വെച്ചാൽ ആ സമയം ഫീഡിങ് ടൈമിൽ 11 മാസമല്ലായിട്ടുള്ളൂ, ഒരു 1.5 വർഷം 2 വർഷമൊക്കെ ആയിട്ടുണ്ട് കുട്ടിക്കെങ്കിൽ, 2 വയസ്സൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യുന്നതിനോട് ഒരു തെറ്റില്ല. 11 മാസമൊക്കെ ആയിട്ടുള്ളെങ്കിൽ കുട്ടികൾ നന്നായിട്ട് പാൽ കുടിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് നമ്മൾ ഡയറ്റിംഗ് ഒക്കെ ഫോളോ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഭക്ഷണമൊക്കെ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫീഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ തെറ്റും, കുട്ടിക്ക് പാല് കുറയും ഒക്കെ ചെയ്യും. അപ്പോൾ അത് കുട്ടീനെയാണ് കുട്ടിയുടെ ശരീരത്തിനാണ് നമുക്ക് ബാധിക്കുക. നമ്മളും ക്ഷീണിക്കും, അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പോൾ കുട്ടിക്കൊരു 2 വയസ്സായ ശേഷമാണ് ഏത് ഡയറ്റും ഞാൻ പറയുന്നുള്ളൂ. അതൊക്കെ പിന്നെ ഓരോരുത്തരെ ഇഷ്ടം, അത്രേ ഉള്ളൂ. ആ സമയത്ത് ഡയറ്റിംഗ് ഫോളോ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. വെറുതെ കുറേ ചോറ് അങ്ങനെ അരി വലിച്ച് കഴിക്കാതിരിക്കുക, നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, പയറുവർഗ്ഗങ്ങൾ, ഇലവർഗ്ഗങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കുക. അതെന്തിനും മെയിനായിട്ടൊരു സൊല്യൂഷൻ ഉള്ളത്. പിന്നെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ സൗണ്ട് ഭയങ്കര കുറവാണ്, അത് നിച്ചു പറഞ്ഞ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ റാഹില അബ്ദുള്ള പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് പ്രോബ്ലമാണ്. സെയിം പ്രോബ്ലമാണ് ആൾക്കും. ഡ്രസ്സിന് ചില എവിടേക്കും ഡ്രസ്സ് ഇട്ടിട്ട് പോകുമ്പോൾ അതൊരു പ്രോബ്ലമാണ്, ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ പ്രോബ്ലമാണ്, ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുമ്പോൾ ഇതന്നെ ഇതിനൊക്കെ സൊല്യൂഷനുള്ളൂ. നമുക്ക് തടിയുള്ള ആൾക്കാർക്ക് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡ്രസ്സാണ്. ഇട്ട് കഴിഞ്ഞാൽ വൃത്തിയില്ലായി.
വേറൊരു എന്താ ശാരീരികമായിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാർ ഡ്രസ്സ് അവർക്ക് തടിയുണ്ട് എന്നാൽ അവർക്ക് അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എന്നാൽ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ വൃത്തി അങ്ങനെയുള്ള ഒരു ആൾക്കാരൊക്കെ ആയിരിക്കും അവർ. അപ്പോൾ അതാണ് അവർ ഇതിലിപ്പോൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. പിന്നെ എൻ്റെ വീഡിയോ തീരെ ബോറിംഗ് അല്ല, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ സത്യത്തിൽ ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി 20 മിനിറ്റൊക്കെ ആരെങ്കിലുമൊക്കെ കാണുമോ എൻ്റെ വീഡിയോ. കാരണം ഇത്ര കുക്കിംഗ് അല്ലേ ചെയ്തുകൊണ്ട് കുക്കിങ്ങിൻ്റെ വീഡിയോ ചെയ്തത്, അതൊന്നും കാണാനൊന്നും ആൾക്കാർ ഇത്രയൊക്കെ ഉണ്ടായിരുന്നില്ല. ഇത് കാണുമ്പോൾ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമായി എനിക്ക്. അപ്പോൾ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫെമിന നൗഷാദ് പറഞ്ഞ കുട്ടിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് ആ ഒരു കാര്യത്തിൽ. റുബീന അനൂപ് പറഞ്ഞ കുട്ടി ചോദിച്ചിട്ടുണ്ട് പ്ലങ്ക് ചെയ്യുന്നതിൻ്റെ ടൈം. അത് നിങ്ങളത് ഒരു വട്ടം ചെയ്ത് നോക്കുക, എത്ര ടൈം നിങ്ങൾക്ക് നിൽക്കാൻ വയ്ക്കുന്നുണ്ട് എന്നുള്ളത് ശ്രമിച്ചു നോക്കുക. അപ്പോൾ അത് ഒരു ദിവസം നമുക്കൊരു 1/2 സെക്കൻഡ് നിൽക്കാനാണ് വയ്ക്കുന്നതെങ്കിൽ അടുത്ത ദിവസം അത് 1 സെക്കൻഡ് ആക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഓരോ ദിവസം കൂടുന്നവരും നമുക്ക് കൂട്ടിക്കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത്. അത്ര ഇളയിൽ മാറ്റം വരുത്താൻ കേട്ടോ. പിന്നെ ഐഷാസ് വേൾഡ് ചോദിച്ചിട്ടുണ്ട് ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ വായൊക്കെ ഭയങ്കരമായിട്ട് കയ്പ്പ് വരുന്നുണ്ട്. അപ്പോൾ അത് അധിക ദിവസം കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നില്ല, പെട്ടെന്ന് വെയ്യാതെ അവിടെ നമ്മൾ നിർത്തുകയാണ് എന്നൊക്കെ പറഞ്ഞു. ഡയറ്റ് ഫോളോ ചെയ്യും, നല്ല ഭക്ഷണം കഴിച്ച് ഉഷാറായിട്ട് നടക്കുന്ന ആൾക്കാർ പെട്ടെന്ന് തടി കുറക്കണം എന്ന് വിചാരിച്ച് ഡയറ്റ് ഫോളോ ചെയ്ത് തുടങ്ങിയാൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ നമുക്ക് തന്നെ കണ്ടുവരും. നമുക്ക് തല ചുറ്റും, തല കറങ്ങും, ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒരാഴ്ച നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. അത് ഒന്നിങ്ങോട്ട് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊക്കെ അത് ഒരു ശീലമായിട്ട് മാറും. നമ്മുടെ ഡെയിലി ആ ഒരു മടി ഒക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടിട്ട് നല്ലൊരു ഉഷാറിലേക്ക് നമ്മൾ വരും എന്നാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഇത്. അപ്പം നിങ്ങളത് നിർത്താതെ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് പോവുക, അതാണ് ഇതിനുള്ളൊരു സൊല്യൂഷൻ. പിന്നെ നൈറ്റ് ഫുഡ് കഴിക്കാറുണ്ടോ എന്നുള്ളത് മാജിക് ടെക്കി പറഞ്ഞ ഒരാൾ ചോദിച്ചിട്ടുണ്ട്. നൈറ്റ് ഫുഡ് കഴിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 മണി to 8:30 ഇടയിൽ കഴിക്കുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഒരു 10 മണിക്ക് കിടക്കുന്നവരാണെങ്കിൽ നേരത്തെ കഴിക്കാൻ ശ്രമിക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ കിടക്കുമ്പോഴത്തേനും ദഹിക്കണം, ആ ഒരു ടൈം ഫിക്സ് ചെയ്ത് കഴിക്കാൻ നോക്കാം. പിന്നെ റാഷി ജിനു പറഞ്ഞിട്ടുള്ള കുട്ടി നൈറ്റ് കിടക്കുമ്പോൾ ടെമ്മി വെയർ യൂസ് ചെയ്യണം. ഒരിക്കലും യൂസ് ചെയ്യരുത്. നമ്മൾ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് മാക്സിമം ടൈറ്റുള്ള ഡ്രസ്സുകൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ കിടക്കാൻ. അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ മുജീബ് ജുമാന പറഞ്ഞിട്ടുള്ളൊരു കുട്ടി പറഞ്ഞിട്ടുണ്ട് ഡയറ്റ് ഫോളോ ചെയ്തപ്പോൾ എക്സസൈസ് ചെയ്തപ്പോഴൊക്കെ നല്ലപോലെ ആയി, അത് നിർത്തിയതിൻ്റെ പിന്നെ മുതലേക്ക് പഴയ പോലെ തന്നെ ആയി വന്നു. അപ്പം നമ്മളത് നിർത്തുകയല്ല ചെയ്യേണ്ടത്, അതിനോട് യോജിച്ച് അതേപോലെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കണം. എങ്ങനെയാണോ നമ്മൾ ഡയറ്റ് ചെയ്തത്, അത് ഒരുപാട് സ്ട്രെസ് ചെയ്തിട്ടാണ് ഡയറ്റ് ചെയ്തിരിക്കുന്നത്, അതിനൊന്നും കുറച്ചിട്ട് നമ്മൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കാം. അല്ലെങ്കിൽ നമ്മൾ കുറഞ്ഞ തടി അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഭക്ഷണം കൺട്രോൾ ചെയ്തിട്ടാണ് കുറച്ചിക്കണമെങ്കിൽ ആ ഭക്ഷണത്തിന് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. എക്സസൈസ് ചെയ്തിട്ടാണ് കുറച്ചിക്കണമെങ്കിൽ എക്സസൈസിനോട് കോൺസെൻട്രേറ്റ് ചെയ്യുക. അതാണ് ഇതിനോടുള്ളൊരു സൊല്യൂഷൻ. അത് നിർത്തരുത്, അതാണ് മെയിൻ. കാരണം തടിക്കുന്ന ശരീരമുള്ള ആൾക്കാരാണെങ്കിൽ ഡയറ്റിങ് ഒരിക്കലും നിർത്തരുത്, എക്സസൈസ് നിർത്തരുത്. അത് കണ്ടിന്യൂ ചെയ്ത് പോകണം. അത് നമ്മളെ കൂടുതൽ സ്ട്രെങ്ത് ആക്കിയേ ചെയ്യുള്ളൂ. അതിനാൽ വേറെ സൈഡ് എഫക്റ്റ് ഒന്നും നമ്മുടെ ശരീരത്തിന് വരാൻ പോകുന്നില്ല. പിന്നെ പട്ടാമ്പിയിൽ എവിടെയാണെന്ന് ചോദിച്ചവരുണ്ട്. പട്ടാമ്പി പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയിലാണ് ഞാനുള്ളത്. പട്ടാമ്പി പള്ളിപ്പുറം ആണ് ഞാൻ താമസിക്കുന്നത്. മുഹസീന എൻ്റെ ഫ്രണ്ട് തന്നെയാണ്. അവൾ എന്താ പറയുക കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഡിസ്ലൈക്ക് ചെയ്തവർ തടി കുറയണമെന്ന് ആഗ്രഹമില്ലാത്തവരായിരിക്കും എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഡിസ്ലൈക്ക് ചെയ്തവരോട് എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൂ. അവരും എൻ്റെ വീഡിയോ കണ്ടിട്ടാണല്ലോ ഡിസ്ലൈക്ക് ചെയ്യുന്നത്. അവർക്ക് ഇഷ്ടപ്പെടാനായിട്ടായിരിക്കും, അവന് സന്തോഷമുള്ളൂ എനിക്കും. കാരണം അവരും എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. അതിൻ്റെ പേരിൽ കുറേ കമൻസിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് കമൻസ് ഉണ്ട്. ഇപ്പോഴും ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ അതും കൂടെ ആഡ് ചെയ്യുക അതിൽ എന്ന് വിചാരിച്ചു. ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് അതിൻ്റെ ഇടയിലാണ് കമൻസ് പിന്നെയും വന്നിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയിരുന്നു അതും കൂടെ അതിൽ ആഡ് ചെയ്യാം. അപ്പോൾ അത് സ്ഥലമൊക്കെ ഒന്ന് മാറിയത്. ഞാനവിടുന്ന് വീഡിയോ എടുത്ത് കഴിഞ്ഞ് താഴെ വന്ന് നോക്കുമ്പോഴാണ് പിന്നെയും കമൻസ് കണ്ടത്. എന്നാൽ അതും കൂടെ അതിൽ ആഡ് ചെയ്ത് കളയാമെന്ന് തോന്നി. ഒരു ഷർമിലി സഫി പറഞ്ഞിട്ടുള്ള ഒരു ആൾ, അതെന്നെയൊക്കെ മൂത്തതാണോ ഇളയതാണോ അതൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ എന്തായാലും അവരൊക്കെ പേര് പറയുന്നുണ്ട്, എനിക്കറിയില്ല, അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ അവർ ചോദിച്ചിട്ടുണ്ട് നമ്മൾ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ഡയറ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫേസാണ് വല്ലാതെ ഡള്ളാവുന്നത്, കവള പൊട്ടി പോവുകയാണെന്ന് പറഞ്ഞത്. അപ്പോൾ അവർക്ക് ഞാൻ പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഫേസ് യോഗ ചെയ്യുക. ഫേസ് യോഗ ചെയ്താൽ നമ്മളെ ഫേസിൽ വരുന്ന ഒരു ഡൾനെസ് നമുക്ക് മാറ്റാൻ കഴിയും. അപ്പോൾ എനിക്കും ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ തടി കുറക്കുന്ന സമയത്ത് ഞാൻ അതൊന്നും അങ്ങനെ ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷേ ഓരോരുത്തർ കണ്ടു വരുമ്പോൾ എന്താ എൻ്റെ മുഖമൊക്കെ ഒരു മാതി അയക്കണം, എനിക്ക് എന്താ അങ്ങനെയൊക്കെ ചോദിച്ചു വരും ഒരുപാട്. കാരണം നമുക്ക് ഫീൽ ചെയ്തില്ലെങ്കിലും നമ്മളെ കാണുന്ന ആൾക്കാർക്ക് ഫീൽ ചെയ്യും. എൻ്റെ കണ്ണൊക്കെ തള്ളി എന്തോ പോലെ ആയിട്ടുണ്ട് ഫേസൊക്കെ എന്ന് പറഞ്ഞു ഒരുപാട് പേര്.
അപ്പോൾ എനിക്കപ്പം അത് അറിഞ്ഞിരുന്നില്ല അതെന്താ അങ്ങനെ പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നി നമ്മളെ പഴയ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു മുഖം നോക്കുമ്പോൾ ഒരുപാട് ഡിഫറൻസ്, ഒരുപാട് ഒരു ഡൾനെസ്സും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ തടിച്ചിരുന്ന ആൾക്കാർ കുറയുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് നമ്മുടെ ഫേസിന് കാണുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഫേസ് യോഗ ചെയ്യാം. വല്ലാതെ കവൾ ഒട്ടി പോകുന്നവർക്ക് രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ കുറച്ച് വായിൽ കുറച്ച് വെള്ളം നിറച്ച് വെച്ച് ഈ ഒരു ടൈപ്പിൽ പിടിച്ചിരിക്കുക കുറച്ച് നേരം. ഒരു എത്ര നേരം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത്ര നേരം പിടിച്ചിരുന്നിട്ട് അത് തുപ്പിക്കളയുക. അങ്ങനെയൊക്കെ ചെയ്യാം. ഫേസ് യോഗയിലും അതൊക്കെ പെടും. പിന്നെ ഫേസ് യോഗ പല ടൈപ്പിലുള്ള ഫേസ് യോഗ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ വല്ലാതെ കവൾ ഉള്ളവർക്കാണെങ്കിൽ അത് കുറയാൻ നമ്മൾ ജസ്റ്റ് പിന്നെ കവൾക്ക് 2 വിരലുകൊണ്ട് 2 കൈ കൊണ്ടും പ്രസ് ചെയ്ത് പിടിച്ചിട്ട് മാക്സിമം ചിരിച്ചു കഴിഞ്ഞാലും ആ ഒരു കവള് വല്ലാതെ ഉള്ളവർക്ക് കുറഞ്ഞു കിട്ടും. പിന്നെ ഡബിൾ ചിന്നൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വല്ലാതെ ഇവിടെയൊക്കെ തൂങ്ങി പിടിച്ച് നിൽക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ മേലേക്ക് നമ്മുടെ മുഖം ഉയർത്തി പിടിച്ചിട്ട് ഇങ്ങനെ കിസ് ചെയ്യാം. അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ഡബിൾ ചിന്ന് വരുന്നത് നന്നായിട്ട് നമുക്ക് കുറക്കാൻ കഴിയും. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫേസ് യോഗയാണ് ബെസ്റ്റ്. ഫേസ് യോഗ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല മാറ്റം നമ്മുടെ ഫേസിൽ കാണാൻ കഴിയും. പിന്നെയുള്ള ഡൗട്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡിൻ്റെ ഇടയിൽ വെള്ളം കുടിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ അതെന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് കെട്ടിയെടുക്കില്ലേ, അപ്പോൾ നമുക്ക് ഭക്ഷണം നെഞ്ഞത്ത് കുടുങ്ങില്ലേ, വെള്ളം കുടിക്കാതെ ഇരുന്നൊക്കെ എങ്ങനെ ശരിയാവാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര്. അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുന്നേ വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ച് സാവധാനം ഭക്ഷണം കഴിച്ചാൽ പോരെ. തിരക്കിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു പ്രശ്നമൊക്കെ വരുന്നത്. നിങ്ങൾ ഒരു വട്ടം ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. നമ്മൾ പതുക്കെ ഭക്ഷണം കഴിക്കുക. പതുക്കെ എന്ന് പറഞ്ഞാൽ വളരെ സാവധാനത്തിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്ന കാര്യത്തിലും ഒക്കെ നമുക്ക് ഒരു കുറവ് വരുത്താൻ കഴിയും. പിന്നെ ഇല്ല ഒട്ടും പറ്റില്ല അങ്ങനെ വെള്ളം കുടിച്ചേ പറ്റുന്നുള്ള ഒരവസ്ഥയാണെങ്കിലൊക്കെ കുടിച്ചേ പറ്റുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഈ ഒരു പറയുന്നതൊക്കെ ഹെൽത്ത് എക്സ്പേർട്ടായിട്ടോ അല്ലെങ്കിൽ ഡയറ്റിങ് എക്സ്പേർട്ടായിട്ടോ ഒന്നും അല്ല. എൻ്റെ ഒരു അനുഭവം, അത് എത്രത്തോളം എനിക്ക് ബെനിഫിറ്റ് കിട്ടിയ ഒരു അനുഭവം നിങ്ങളിലേക്ക് എത്രത്തോളം എത്തിക്കാൻ കഴിയും എന്നതിന് ഞാൻ നോക്കുന്നുള്ളൂ. അപ്പോൾ ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക, എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്ക് കിട്ടിയ ബെനിഫിറ്റ് അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ഇതേ ഫോളോ ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾ ഇത് ചെയ്താൽ എന്തായാലും അങ്ങനെയൊന്നുമില്ല. അത് ഓരോരുത്തരുടെ ഹെൽത്തിൻ്റെ കണ്ടീഷനും ഓരോരുത്തരുടെ തടി ഓരോ മാതിരിക്കായിരിക്കും. അത് ചിലപ്പോൾ അവരെ ഫുഡ് കൺട്രോൾ ചെയ്താൽ ശരിയാവും, ചിലവർക്ക് എക്സസൈസ് ചെയ്താലേ ശരിയാവുള്ളൂ, ചിലവർ എന്തെന്നെ കാട്ടിയിട്ടും കുറയുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ കറക്റ്റ് നമ്മളൊരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്തിട്ട് നമ്മുടെ ഫുഡിൻ്റെ കാര്യം എല്ലാം കൊണ്ട് നടക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഫുഡിൻ്റെ ഇടയിൽ വെള്ളം കുടിച്ചേ പറ്റും എന്നുള്ളവർക്കാണെങ്കിൽ കുടിക്കാം കേട്ടോ, അതൊരു കുഴപ്പമില്ല. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഫുഡ് കഴിക്കുക, വെള്ളം കുടിക്കുക, അത് നമ്മൾ ഓരോ വട്ടം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ കുടിക്കുമ്പോൾ എന്തായാലും നമ്മുടെ വയറ് തൂങ്ങും. അത് ഉള്ളൊരു കാര്യമാണ്, സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ മാക്സിമം നമ്മൾ ഒഴിവാക്കുക. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടും വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുക, ഇടയിൽ കുടിക്കുന്നത് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ രാത്രിയിൽ ടമ്മി വെയർ യൂസ് ചെയ്യാൻ പാടുമെന്ന് റാഷി ജിനു പറഞ്ഞൊരു കുട്ടി ചോദിച്ചിട്ടുണ്ട്. രാത്രിയിൽ ടമ്മി വെയർ യൂസ് ചെയ്യുന്നത് ശരി. രാത്രിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ടമ്മി വെയർ യൂസ് ചെയ്യാൻ പാടില്ല. അത് ഒരു ഇന്നർ വെയേഴ്സും യൂസ് ചെയ്യാൻ പാടില്ല. കാരണം ടൈറ്റായിട്ട് കിടക്കുന്ന ഇന്നർ വെയേഴ്സ് ഒന്നും യൂസ് ചെയ്യരുതെന്നാണ് പറയുക. കാരണം നമ്മൾ മാക്സിമം കുറച്ച് കംഫർട്ടായിട്ടുള്ള ലൂസിലുള്ള നൈറ്റി പോലത്തെ ഡ്രസ്സുകൾ വേണം യൂസ് ചെയ്യാൻ രാത്രി. അതാണ് കൂടുതൽ നല്ലത്. ഏത് ടൈപ്പിലുള്ള എക്സസൈസ് ചെയ്യണം, എങ്ങനത്തെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാനൊരു ആപ്പ് ഇതിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. വെയിറ്റ് ലോസ് 30 days വെയിറ്റ് ലോസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ആപ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കയറിയിട്ട് അത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെന്താണെന്ന് വെച്ചാൽ നമുക്ക് വല്ലാതെ സ്ട്രെയിനൊന്നും ഇല്ലാത്ത സിമ്പിളായിട്ടുള്ള എക്സസൈസുകളാണ് അതിൽ കാണിക്കുന്നത്. അത് നമുക്ക് കുറച്ച് ഹെൽപ്ഫുള്ളായിട്ട് നമ്മുടെ ഒരു അസിസ്റ്റൻറ്റ് പോലെ രാവിലെ നമ്മളത് ഇന്ന ഡെയിലി നമുക്ക് എക്സസൈസ് ചെയ്യാനുണ്ടെന്ന് അവരതിൽ നോട്ടിഫിക്കേഷനായിട്ട് കൊടുക്കും. നമ്മളങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അവരൊരു ടൈം ഫിക്സ് ചെയ്തിട്ടൊക്കെ ഉണ്ടാവും അതിൽ. ആ ടൈമിന് നമ്മൾ എക്സസൈസ് അതിലിങ്ങനെ കാണിക്കും, ഡെമോ കാണിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ നിന്നിട്ട് എക്സസൈസ് ചെയ്താൽ മതി. സിമ്പിളായിട്ട് എക്സസൈസ്. നമ്മൾ ഇത്ര ചെയ്താൽ മതിയോ, ഇതൊക്കെ എവിടെ ശരീരത്തിൽ പിടിക്കാൻ തോന്നും, അതൊക്കെ പിടിക്കും നമുക്ക്. കാരണം അത്രയും സിമ്പിളാണ് എക്സസൈസ്. എന്നാൽ നമ്മളെ ശരീരത്തിൽ ബെനിഫിറ്റ് കിട്ടുന്ന ഒരു ടൈപ്പ് എക്സസൈസുമാണ് അത്ര. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അതൊന്ന് കണ്ട് നോക്കാം. അപ്പോൾ നിങ്ങൾക്കും മനസ്സിലാവും. അതിലും ഫൈനലി ഏത് എക്സസൈസിൻ്റെ കൂടിയും ഫൈനലി പറയുന്നത് പ്ലാനിങ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബെനിഫിറ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, എന്നവർക്ക് ഒരു ഈസി മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. എന്താ വെച്ചാൽ ഫാസ്റ്റിംഗ്. നമ്മൾ ഇപ്പോൾ മുസ്ലിങ്ങളാണെങ്കിലും റമദാൻ മാസത്തിൽ നോമ്പ് നോൽക്കുന്നവരാണ് എല്ലാവരും, അല്ലേ? നോമ്പ് വേറെ ശാരീരിക ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തവർ എന്തായാലും നോമ്പ് നോൽക്കും.
അപ്പോൾ ആ ഒരു മെത്തേഡ് തന്നെ നമുക്ക് അതല്ല റമദാൻ മാസത്തിൽ നമുക്ക് നോക്കുന്നത് പുണ്യമായിട്ടുള്ള കാര്യമാണ്. അത് ആ ഒരു മാസം നമ്മൾ നോക്കാൻ തന്നെ നമ്മളെ ഹെൽത്ത് നല്ല ഫിറ്റ് ആവും എന്നാണ് അതിൽ നമ്മൾ പറയുന്നത്. അപ്പം അത് ആ ഒരു സിസ്റ്റം നമുക്ക് എല്ലാ സമയത്തും കൊണ്ട് നടക്കാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആ ഒരു ടൈപ്പ് ഫാസ്റ്റിംഗ് നമ്മളിപ്പോൾ പറയുമ്പോൾ നമ്മളിപ്പോൾ റമദാൻ മാസത്തിലുള്ള നോമ്പ് നോൽക്കൽ എന്ന് പറഞ്ഞാൽ രാവിലെ ഇപ്പോൾ സുബഹി ബാങ്ക് 5 മണിക്ക് നമ്മളിപ്പോൾ ബാങ്ക് കൊടുത്ത് അപ്പോൾ ഭക്ഷണം കഴിച്ച് നിർത്തി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഡേ ഫുള്ള് നമ്മൾ ഭക്ഷണം കഴിക്കാതെ വെള്ളം പോലും കുടിക്കാതെ രാത്രി ഒരു 6 മണി 6:30 സമയത്ത് ബാങ്ക് കൊടുത്ത് കഴിഞ്ഞാലാണ് നമ്മൾ എന്തെങ്കിലും വെള്ളമോ ഭക്ഷണമോ കഴിക്കുന്നുള്ളൂ. അങ്ങനെയാണ് ആ ഒരു നമ്മുടെ റമദാൻ മാസത്തിലുള്ള ഫാസ്റ്റിങ്. അപ്പോൾ അതല്ലാത്ത സമയത്തുള്ള ഫാസ്റ്റിംഗ് എന്ന് ഞാൻ പറഞ്ഞത് വെച്ചാൽ നമ്മളിപ്പം രാവിലെ എണീറ്റ് ഒരു 8 മണി അല്ലെങ്കിൽ ഒരു 8:30 9 മണിയുടെ ഇടയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. ആ സമയം ഫിക്സ് ചെയ്തിട്ട് 8:30 എന്നുള്ള സമയം ഫിക്സ് ചെയ്തിട്ട് അപ്പം ഭക്ഷണം കഴിച്ച് തുടങ്ങിയിട്ട് പിന്നെ നിങ്ങൾക്ക് ഒരു വൈകിട്ട് 4 മണി 5 മണി വരെ എല്ലാ ഭക്ഷണവും കഴിക്കാം. എല്ലാ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ അതിന് ശേഷം ഒരു ഹെവി ഫുഡും നമ്മൾ കഴിക്കരുത്. എന്താ വെച്ചാൽ ചോറ് പോലെ ഒരു ഹെവി ഫുഡ് ഫാസ്റ്റ് ഫുഡ് ഒന്നും കഴിക്കരുത്. വെള്ളം കുടിക്കാം. നാരങ്ങ വെള്ളം ഉപ്പിട്ട് കുടിക്കാം. എന്തെങ്കിലും ഷുഗർ ഇല്ല വിത്തൗട്ട് ഷുഗർ ഇട്ട് ഫ്രഷ് ജ്യൂസ് അടിച്ചിട്ട് നമുക്ക് കുടിക്കാം. അങ്ങനെയൊക്കെ ക്ഷീണത്തിന് നമുക്ക് അതൊക്കെ ചെയ്യാം. അത് 4 മണി വരെ നമുക്ക് ഏത് ഫുഡ് വേണമെങ്കിലും കഴിച്ച ശേഷം 4 മണിക്ക് ശേഷം നമ്മളൊന്നും കഴിക്കാതെ രാവിലെ ആ ഒരു 8:30 സമയം വരെ നമ്മൾ ഈ ഒരു ജ്യൂസുമലും വെള്ളത്തുമലും പോവാം. എന്നാലും നമുക്ക് ഒരുപാട് ഫാറ്റ് നമ്മളെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ അതും ഒരു നല്ലൊരു ബെനിഫിറ്റ് കിട്ടുന്ന ഒരു ഫാസ്റ്റിംഗ് ആണ്. അപ്പോൾ അത് നമുക്ക് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയൊക്കെ ചെയ്യാം. അപ്പോൾ പകല് ഇപ്പം ഞാൻ പറഞ്ഞാൽ നമ്മൾ പകൽ എന്തായാലും ഫുഡ് കഴിക്കും. രാത്രി ആകുമ്പോൾ കുറച്ചും കൂടെ നമുക്കതൊരു കുറച്ചും കൂടി ഈസിയാണെന്ന് കരുതിയിട്ടാണ് ഞാൻ രാത്രിത്തെ സമയം പറഞ്ഞത്. അപ്പോൾ രാവിലെ 9 മണി to 4 മണി വരെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് അതിനുശേഷം രാത്രി മാത്രമാണ് നമ്മൾ ആ ഭക്ഷണം കഴിക്കാത്തൊരു സമയം വരുന്നത്. പിന്നെ ഇങ്ങനെയും ചെയ്യാം. നമ്മൾ രാത്രി ഫുള്ള് ഭക്ഷണം കഴിച്ചിട്ട് പകൽ മൊത്തം ഭക്ഷണം കഴിക്കാതെ നടക്കുകയും ചെയ്യാം. അങ്ങനെയും ചെയ്യാം. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തടി കുറയണം, പെട്ടെന്ന് എന്തായാലും കുറഞ്ഞേ പറ്റുള്ളൂ. പിന്നെ എന്തെന്നെ എക്സസൈസൊക്കെ ചെയ്യാൻ മടിയുള്ള ആൾക്കാർക്ക് എന്തെന്നെ ചെയ്തിട്ടും ഒന്നും ആവുന്നില്ല, കുറയുന്നില്ല എന്നൊക്കെ പറയുന്നവർക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്രയൊന്നും നമ്മളിപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. അത് ഒട്ടും വേറെ ഒരു വഴിയില്ല, എനിക്ക് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് പറയുന്ന ആൾക്കാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ ഫോളോ ചെയ്യണമെന്നില്ല കേട്ടോ. അത് കുറച്ചൊരു ഈസി മെത്തേഡാണ്, അത് പറഞ്ഞു എന്നുള്ളൂ. അപ്പം ഞാനും ഫാസ്റ്റിങ് ചെയ്തിട്ടുള്ള ആൾ തന്നെയാണ്. നമ്മൾ റമദാൻ മാസത്തിലുള്ള നോമ്പ് അത് എനിക്ക് പറ്റുന്ന പോലെ ഫുള്ളായിട്ട് എടുക്കും. അത് കഴിഞ്ഞിട്ടും അത് തന്നെ ഞാൻ പിന്നെയും ഒക്കെ ഞാൻ സാധാരണ തന്നെ വീട്ടിൽ എടുത്തുകൊണ്ട് നടക്കാറുണ്ട് ഫാസ്റ്റിംഗ് ഒക്കെ. അപ്പോൾ നമുക്കത് എപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പിന്നെ അത് നമ്മൾ അതിൻ്റെ ഒന്നും ആവശ്യം അത്രയും സ്ട്രെയിൻ എടുക്കണ്ട, പതിയെ കുറഞ്ഞാൽ മതി. അത്ര വലിയ തടിയൊന്നുമില്ല, അങ്ങനെ പതിയെ നമ്മൾ കുറഞ്ഞ് വന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതിൽ നിർത്തിയതാണ്. അതൊക്കെ എല്ലാം കഴിച്ചുകൊണ്ട് എക്സസൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഡയറ്റ് ഫോളോ ചെയ്തിട്ട് തടി കുറക്കാം. അതല്ല ഏറ്റവും ബെറ്റർ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഒരുപാട് പേർക്ക് ബെനിഫിറ്റ് ആവുമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലേക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇപ്പോഴും അതിന് എനിക്ക് ലൈക്കും കമൻറ്റും അതിന് ആ ഒരു വീഡിയോ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തവരും ആ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണ് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞവർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദിയുണ്ട്. എന്നെ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ച എൻ്റെ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്കും ഒക്കെ എൻ്റെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ അവരൊക്കെ നന്ദി. പിന്നെ മെയിൻ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒക്കെ തന്നെയാണ്. എൻ്റെ ഒക്കെയാണ് പറഞ്ഞത്, ഈ വീഡിയോ യൂട്യൂബ് ചെയ്യാൻ ഇപ്പോൾ പറ്റും എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരു പില്ലറായിട്ട് നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒക്കെ ആഗ്രഹം. ഇനിയും ഇതേപോലെ വീഡിയോസൊക്കെ ചെയ്ത് മുന്നോട്ട് നന്നായിട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് നല്ല വീഡിയോസ് എന്തായാലും ഞാൻ ചെയ്യും. അപ്പോൾ എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നെ വീഡിയോ ചെയ്യാനും ഒക്കെ പറഞ്ഞിട്ട്. എനിക്ക് ഏറ്റവും കൂടുതലൊരു സന്തോഷം ഉണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് ഒട്ടും പരിചയമില്ലാത്ത ആൾക്കാർ എന്നോട് ഇങ്ങോട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ വന്നവർ നേരിട്ടിട്ട് ഒട്ടും പരിചയമില്ല. അവർക്ക് ഏതൊക്കെയോ നാട്ടിലുള്ള ആൾക്കാരാണ്. അവരെന്നോട് സപ്പോർട്ട് ചെയ്തിട്ട് എൻ്റെ കമൻറ്റിൽ വന്നിട്ട് സംസാരിക്കുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷം കിട്ടി. കാരണം നേരിട്ടിട്ട് ഒട്ടും പരിചയമില്ലാത്ത എവിടെയോ ഉള്ള ആൾക്കാർ എനിക്ക് ഫ്രണ്ട്സായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് ഒരുപാട് സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ.
അപ്പോൾ ഒരുപാട് പേർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ അടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം, അതുകൂടെ എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ഇതേപോലെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. മാക്സിമം ഞാൻ ശ്രമിക്കാം. അപ്പോൾ എനിക്ക് ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ ഒരുപാട് എൻ്റെ നന്ദിയുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർക്കും ഒക്കെ എൻ്റെ താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനി അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ.